അങ്ങനെ ഗൈസ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ വന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അജുമോൻ പറഞ്ഞത് ഉമ്മച്ചി ഇവിടുന്ന് ഒരു കൊട്ടൊക്കെ കേൾക്കുന്നുണ്ട്, നമുക്ക് ഇങ്ങോട്ട് പോയാലോ. ഞങ്ങൾക്ക് പോകാൻ കേട്ടോ, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കൊട്ട്. അങ്ങനെ വഴി അറിയാണ്ടുള്ളൊരു നടത്തമാണ് കേട്ടോ ഞങ്ങൾ നടന്നത്. വീടൊക്കെ മാറി വന്നതിന് ശേഷം അവിടുത്തെ വഴികളൊന്നും എനിക്കറിയില്ല. ലാസ്റ്റ് ഞങ്ങളൊരു എൻഡിങ്ങിലെത്തിയിട്ടോ. അതിൻ്റെ അപ്പുറത്ത് ആന നിൽക്കണാണ്ട് പിന്നെ എങ്ങോട്ട് തിരിയണമെന്ന് ഞങ്ങൾക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടി നടന്നപ്പോഴാണ് റൈറ്റ് സൈഡിൽ ഇതേ ഒരു വഴി കണ്ടത്. ഇത് ഞങ്ങൾ വന്ന വഴി ഇതാണ് കേട്ടോ. അങ്ങനെ വന്ന് കയറിയപ്പോൾ കറക്റ്റ് ആന ഞങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി നിന്നതാണ്. ആന വന്ന് നിന്നപ്പോഴേ തന്നെ എനിക്ക് പേടിയായി. അപ്പോൾ ഞാൻ ബാക്കിലേക്ക് ഇറങ്ങിയിരുന്നു. എൻ്റെ മോനെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് ആനനെ. ആനയെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ആനപ്രാന്തം വേറെ ഉണ്ടാവില്ല. ചെണ്ടക്കൊട്ട് ആന ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ചൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. ചെറിയൊരു പൂരം അവിടെ നിന്ന് പോകലാന്ന് തോന്നുന്നു, അറിയില്ല. ആ ഭാഗത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആന കൊട്ടൊക്കെ അങ്ങനെ പോയിട്ടോ. അങ്ങനെ ടാറ്റ ബൈ ബൈ സീ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെണ്ടക്കൊട്ടൊക്കെ കേട്ട് തുള്ളിച്ചാടി നടക്കുകയാണ്. തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഗായ്സ്. അപ്പോൾ ടാറ്റ ബൈ ബൈ സീ യു.